ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഫുട്ബോൾ. അവസാനിച്ചു. ഈ സീസണിലെ എല്ലാ കിരീട പ്രതീക്ഷകളും അവസാനിച്ചു. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ലെഗ് കളിക്കാനായിട്ട് പാരീസിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുണ്ട്. ഒരു ഗോളിന് പിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെങ്കിലും പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം തോമസ് പാർട്ടിയൊക്കെ മിഡ്ഫീൽഡിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് പെർഫോമൻസ് തന്നെ നമ്മുടെ ടീം പുറത്തെടുക്കും. നമ്മുടെ ടീമിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. 2-1 ഒരു തോൽവിയാണ് നമുക്ക് പാരീസിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ടോട്ടൽ ആഗ്രിഗേറ്റിൽ ഒരു 3-1 തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് സെമി ഫൈനലിൽ നമ്മൾ ക്രാഷ് ഔട്ട് ചെയ്തു ചാമ്പ്യൻസ് ലീഗിൽ നിന്നും. ഈ വർഷത്തെ ആ ഒരു തോൽവിയോടുകൂടി നമ്മുടെ ഒരു സീസണിലെ തന്നെ അവസാന കിരീട പ്രതീക്ഷയായിരുന്നു ഈ ഒരു ചാമ്പ്യൻസ് ലീഗ്. അതും നമുക്ക് കൈവിട്ട് പോയി എന്നുള്ളതാണ്. ആൻഡ് PSG ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്തു. അവരിനി ഫൈനലിൽ ഈ മാസം അവസാനം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഇൻ്ററിനെ ആയിരിക്കും അവർ നേരിടാൻ പോകുന്നത്. ആൻഡ് PSG ഡിസേർവിങ് സൈഡ് തന്നെയായിരുന്നു എന്നാണ്. 2 ലെഗിലും നല്ല പെർഫോമൻസ് തന്നെ അവർ പുറത്തെടുത്തു. ആർസണൽ ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ തോൽവി ഏറ്റുവാങ്ങിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി ഔട്ട് ആയിരുന്നില്ല മത്സരത്തിൽ നിന്ന്. അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് തന്നെ പുറത്തെടുത്തു. പക്ഷെ നമ്മൾ അവരുടെ ആ ഒരു ക്വാളിറ്റിയുടെ അടുത്തേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പല ഏരിയാസിലും നമുക്ക് ഷോർട്ട് കമ്മിങ്സ് വന്നിരുന്നു എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ച് എന്ന് പറയാനായിട്ട് തോമസ് പാർട്ടിയുടെ തിരിച്ചുവരവ് തന്നെയാണ്. സോ അത് അങ്ങനെ വന്നപ്പോൾ മിക്കൽ മെറീനോയ്ക്ക് ഫ്രണ്ട് ലൈനിലേക്ക് കയറാൻ പറ്റി. ട്രൊസാർഡ് ബെഞ്ചിലായി. അല്ലാതെ വേറെ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ PSG സൈഡിലാണെങ്കിലും ആകേണ്ട ചേഞ്ച് എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കറായിട്ട് ഡെംബെലെ, സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഡെംബെലെ കളിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ബെഞ്ചിലായിരുന്നു. ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡെംബെലെ ബെഞ്ചിലാണ് ഉണ്ടായിരുന്നത്. ഡോ ആണ് ആ ഒരു പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും പറയാനായിട്ട് 2 ടീമിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആഴ്സണലിൻ്റെ കയ്യിലായിരുന്നു കളി. ഈ കളി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനുള്ളൊരു പവർ അവിടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആഴ്സണലിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് ലെഗ് മത്സരം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് PSG ആണ് ഡോമിനേറ്റ് ചെയ്ത് മത്സരം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പാർക്ക് ഡേ പ്രിൻസസിൽ ആർസണലാണ് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ 3 തകർപ്പൻ ചാൻസസ് ആർസണലിന് കിട്ടിയെന്നുള്ളതാണ്. ടിംബറിൻ്റെ ഒരു ക്രോസിൽ നിന്നും ഡെക്ലാൻ റൈസിൻ്റെ ഒരു ഹെഡർ ചാൻസ് വന്നു, പക്ഷേ അത് പുറത്തേക്ക് പോയി. അതിനുശേഷം ലോങ് ത്രോസ്, അതെനിക്ക് ഇത്തവണ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം PSG-ക്കെതിരെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളൊരു ടാക്ടിക്സ് നമുക്ക് ഫസ്റ്റ് ലെഗിൽ അത്ര ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ലെഗിലേക്ക് ആർട്ടറ്റ ടീമിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരുന്നത്. സെറ്റ് പീസ് കോർണേഴ്സ് ആണെങ്കിലും അതുപോലെ ലോങ് ത്രോസ് ആണെങ്കിലും തോമസ് പാർട്ടിയുടെ ഒക്കെ ഷോൾഡർ ഇന്നലെ വേദനിച്ചിടണം, ടയേർഡായിട്ടുണ്ടാവും. അത്രയും ലോങ് ത്രോസ് ഇന്നലെ തോമസ് പാർട്ടി എടുത്തിട്ടുള്ളത്. 2 സൈഡിൽ നിന്നും ലോങ് ത്രോസ് തോമസ് പാർട്ടി എടുക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. സോ ഫസ്റ്റ് 10 മിനിറ്റിൽ തന്നെ 2 അവസരം അതിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് മാർട്ടിനെല്ലിയുടെ ഷോട്ടും മറ്റൊന്ന് നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡിനെ. ശരിക്കും എനിക്ക് തോന്നിയൊരു മത്സരത്തിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓഡഗാർഡിൻ്റെ ആ ഒരു ഷോട്ട് തന്നെയായിരിക്കും, തകർപ്പൻ വോളി ഷോട്ട് തന്നെയായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ടും ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ഡോണറുമ തടുത്തിട്ടു എന്നുള്ളതാണ്. ഡോണറുമ രണ്ടും കൽപ്പിച്ചിറങ്ങാന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ PSG-ക്ക് വേണ്ടി ആ ഒരു പ്ലെയർ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അത് എസ്പെഷ്യലി ഓഡഗാർഡിൻ്റെ ഷോട്ടിനെ പറ്റി എടുത്ത് പറയണം. അത് ശരിക്കും ബോട്ടം കോർണറിൽ കയറാൻ എല്ലാ അർഹതയുമുള്ളൊരു ഷോട്ട് തന്നെയായിരുന്നു, ഒരു ഗ്രൗണ്ടഡ് ഷോട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദി ആർസണൽ ഫാൻസ് ഡോണറുമ ഹാഡ് എ ബെറ്റർ ഹാൻഡ് ഓൺ ദാറ്റ്. ആൻഡ് അതിനുശേഷം മത്സരം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു 15 മിനിറ്റോളം ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ത്രെറ്റ്സ് ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊററ്റ്സ്കയുടെ ഒരു ഷോട്ടോട് കൂടി PSG പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് മക്കളെ എന്നുള്ള കാര്യം. ഫോർച്ചുനേറ്റ്ലി ആർസണൽ ഫാൻസിന് അത് ഷോട്ട് ബാറിൽ തട്ടി തിരിച്ചു പോയി എന്നുള്ളതാണ്. അതിനുശേഷം അധികം വൈകാണ്ട് തന്നെ ഡിസാർഡോവിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് വരുന്നു. അവിടെയും ഡേവിഡ് റായ നല്ലൊരു സേവ് നടത്തുന്നുണ്ട്. ഡേവിഡ് റായും ഡോണറുമയും 2 പ്ലേയേഴ്സും 2 ഗോൾ കീപ്പേഴ്സും ഈ ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വന്നൊരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. സോ അതിനുശേഷം 27ാമത്തെ മിനിറ്റിലാണ് എഗെയിൻ നമുക്കൊരു ബ്ലോ കിട്ടിയത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു മത്സരത്തേക്ക് 1-0 പറയുന്ന നിൽക്കുന്ന മത്സരം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിലായിരുന്നു ആർസണൽ. സോ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ ഗോൾ ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് വരണം ഈ ഒരു ടൈയിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് 27ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ നേടിയത് PSG ആയിരുന്നു എന്നുള്ളതാണ്. സോ 27ാമത്തെ മിനിറ്റിൽ കിട്ടുന്ന ഫ്രീ കിക്ക്, സോ ആ ഒരു ഫ്രീ കിക്ക് എനിക്ക് ഞാനും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആർസണലിൻ്റെ ഈ ഒരു മത്സരത്തിൽ മേടിച്ച 2 ഗോളുകളിലും തോമസ് പാർട്ടിയുടെ ഒരു പങ്ക് എടുത്ത് പറയേണ്ടതാണ്. ഞാനൊരു പ്ലെയറിനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യുന്നതല്ല, പക്ഷേ തോമസ് പാർട്ടിയുടെ ഒരു ടച്ച് ഈ 2 ഗോളുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ 27ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്ക് ക്ലിയർ ചെയ്ത് തോമസ് പാർട്ടി ആയിരുന്നു. പക്ഷേ ക്ലിയറൻസ് ഹെഡർ ക്ലിയറൻസ് ആയിരുന്നു, അത്ര വെടിപ്പായില്ല എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ് സെൻട്രൽ ഏരിയയിലേക്ക് നമ്മളിപ്പോൾ ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഒരു പന്ത് അടിച്ചു കഴിഞ്ഞാൽ റീബൗണ്ട് വരില്ലേ, അതേപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് സെൻട്രൽ ഏരിയയിലേക്ക് ആ ഒരു ബോക്സിൻ്റെ എഡ്ജിലേക്ക് കറക്റ്റായിട്ട് ഫാബിയൻ റൂയിസിൻ്റെ കാലുകളിലേക്കായിരുന്നു. ഫാബിയൻ റൂയിസ് ആ പന്ത് കൺട്രോൾ ചെയ്ത് മാർട്ടിനെല്ലിക്ക് ആ പന്ത് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫാബിയൻ റൂയിസിൻ്റെ കൺട്രോൾ വാസ് മച്ച് ബെറ്റർ. സോ അതിന് ശേഷം ഒരു ഹാഫ് വോളി ഷോട്ട്
അവിടെ ഫാബിയൻ റൂയിസ് പായിച്ചു, ഡേവിഡ് റായ ബീറ്റണായി എന്നുള്ളതാണ്. 27ാമത്തെ മിനിറ്റിൽ പാക് ഡേ പ്രിൻസസിൽ 1-0 ലീഡ് എത്തി. അങ്ങനെ ടോട്ടൽ ആഗ്രിഗേറ്റ് 2-0 എത്തി എന്നുള്ളതാണ്. സോ അതിനുശേഷവും ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് ക്രോസസും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഗോളിന് ശേഷം ആർസണൽ കുറച്ചും കൂടി ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് എന്നുള്ള രീതിയിലേക്ക് പോയില്ല, കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് വന്നു. സോ പൊസഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഫസ്റ്റ് നല്ല ശതമാനം സമയവും പൊസിഷൻ ആർസണലിൻ്റെ കളികളിൽ തന്നെയായിരുന്നു. PSG പക്ഷേ അതുകൊണ്ട് ഒട്ടും ടെൻസ്ഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് എബിലിറ്റീസിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം പന്ത് എപ്പോഴാണ് ആർസണലിൻ്റെ കളികളിൽ പോകുന്നത് അപ്പോൾ നല്ല സ്പീഡ് കൗണ്ടർ അറ്റാക്സ് നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് ഹാഫ് ടാറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ വർ ക്വൈറ്റ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അവർക്ക് വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും അവർക്കുണ്ടായില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് അവർ കളിച്ചു വന്നത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ലൂയിസ് എൻട്രിക്കയുടെ ലീഡ് എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചത്. സോ ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലും ഇതേപോലെ സാക്കയുടെ വക റൈറ്റ് വിങ്ങിൽ നിന്നും ക്രോസസും കാര്യങ്ങളൊക്കെ വരുന്നു. സാക്കയുടെ വക ഒരു കട്ടിങ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ടർ ഷോട്ട് വന്നു. പക്ഷേ അഗെയിൻ അത് ഡോണറുമ ഗംഭീരമായിട്ട് സേവ് ചെയ്തു എന്നുള്ളതാണ്. സോ മത്സരം അങ്ങനെ പോകുന്നു. 69ാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണ്. ശരിക്കും ലൂയിസ് കെല്ലിയുടെ കൈ തട്ടി, ഹക്കീമിയുടെ ഒരു ഷോട്ട് ലൂയിസ് കെല്ലിയുടെ കൈ തട്ടിയതാണ് പെനാൽറ്റി ബോക്സിനകത്ത്. പക്ഷേ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ പോലും അത് നോട്ടീസ് ചെയ്തില്ല. ഷോട്ട് എടുത്ത ഹക്കീമി പോലും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായില്ല, റഫറി നോട്ടീസ് ചെയ്തില്ല, ഒരു പ്ലെയർ പോലും അതിനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. മത്സരം പിന്നീട് കണ്ടിന്യൂ ചെയ്ത് പോയി. എനിക്ക് തോന്നുന്നു ഒരു 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആവാറായപ്പോഴെങ്ങാണ്ടാണ് പെട്ടെന്ന് VAR ഇൻ്റർഫിയറൻസ് വരുന്നു. അപ്പോഴാണ് റഫറിയായ ഫെലിക്സ് സോയർ VAR സ്ക്രീനിലേക്ക് ചെല്ലുന്നു. മത്സരം പകുതിക്ക് നിർത്തിവെച്ച് VAR സ്ക്രീനിലേക്ക് ചെല്ലുന്നത്. സോ അവിടെ നോക്കുമ്പോൾ ആ ഒരു ഷോട്ട് തടയാനുള്ള ഹക്കീമിയുടെ ശ്രമം, ലൂയിസ് കെല്ലിയുടെ ശ്രമത്തിൽ കൈ വളരെയധികം അവേ ഫ്രം ദ ബോഡി ആയിരുന്നു. അതൊരു ടെക്സ്റ്റ് ബുക്ക് പെനാൽറ്റി തന്നെയാണ്. പക്ഷേ ആരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ VARൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രം അവാർഡ് ചെയ്തൊരു പെനാൽറ്റി ആയിരുന്നു അത് അവിടെ. സോ പെനാൽറ്റി എടുക്കാൻ വന്നത് വിറ്റീനെ ആയിരുന്നു. ഒരു സ്ലോ പെനാൽറ്റിയാണ് എടുക്കാൻ നോക്കിയത് ആൾ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ ദ ആർസണൽ ഫാൻസ് ഡേവിഡ് റായ അത് ഗംഭീരമായിട്ട് സേവ് ചെയ്തു എന്നുള്ളതാണ്. ആർസണൽ ഫാൻസിന് ചെറിയൊരു ഹോപ്പ് അവിടെ നിലനിർത്താൻ പറ്റിയെന്നുള്ളതാണ്. സാറിന് ആ ഒരു സമയത്ത് ആ ഗോൾ വീണാൽ പിന്നെ ഹോപ്സ് എല്ലാം കഴിയുമല്ലോ. എനിവേ ഒരു 3 മിനിറ്റ് മാത്രമേ അതിൻ്റെ ഒരു ആയുസ് ഉണ്ടായുള്ളൂ എന്നുള്ളതാണ്. കാരണം 72ാമത്തെ മിനിറ്റിൽ 2ാമത്തെ വെടിയും PSG പൊട്ടിച്ചു എന്നുള്ളതാണ്. ഇത്തവണ മൊറോക്കൻ പ്ലെയറായ ഹക്കീമി വഴിയാണ് അവർ സ്കോർ ചെയ്തതെന്നുള്ളതാണ്. ആൻഡ് ഇവിടെ തോമസ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വററ്റ്സ്കേല ഹക്കീമിക്ക് വെച്ചു കൊടുക്കുന്നൊരു പന്താണ് ബോക്സിൻ്റെ എഡ്ജിലേക്ക്. സോ അവിടെ ആ പന്തിലേക്ക് ആദ്യം എത്തിയത് പാട്ട് തന്നെയായിരുന്നു. പാട്ടയ്ക്ക് അത് ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്ലെയർ വാസ് അൺഅവെയർ. മറ്റൊരു PSG പ്ലെയർ പിറകെ വരുന്നത് ആ പ്ലെയർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. സോ അത് പിന്നെയും PSG കളികളിലേക്ക് എത്തി. അത് ഡെമ്പലെ ഹക്കീമിക്ക് വെച്ച് കൊടുത്തു. ഹക്കീമിയുടെ ഭാഗം ഒരു തകർപ്പൻ ഷോട്ട് ആ ബോക്സിൻ്റെ എഡ്ജിൽ നിന്നും എഗെയിൻ ബോട്ടം കോർണറിലാണ് ആ പന്തൊന്ന് ലാൻഡ് ചെയ്ത് ഡേവിഡ് റായ അവിടെ ബീറ്റണായി എന്നുള്ളതാണ്. സോ അവിടെയും ബ്ലാറ്റൻ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെയും ഒരു തോമസ് പാർട്ടി ടച്ച് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ 22ാമത്തെ മിനിറ്റിൽ 2-0 എത്തി. ടോട്ടൽ ആഗ്രിഗേറ്റ് 3-0. ആൻഡ് ആസ് ആർസണൽ ഫാൻ ഞാനും വിചാരിച്ചു ഓക്കെ ദാറ്റ്സ് ഇറ്റ്, ഇനി വേറൊന്നുമില്ല, കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വെളിച്ചം കിട്ടി എന്നുള്ളതാണ്. 76ാമത്തെ മിനിറ്റിൽ പകരക്കാരൻ ഇറങ്ങിയ ട്രൊസാർഡ് മാർക്കീനോസുമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ ഒരു മത്സരത്തിന് ശേഷം കിട്ടിയ പന്ത് ഒരു ക്രോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സോ അത് ഡിഫ്ലക്റ്റഡ് ആയിട്ട് സെൻട്രൽ ഏരിയയിൽ ബുക്കായ സാക്കയുടെ കളികളിലേക്ക് കിട്ടുന്നു. സാക്കിക്ക് അത് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് പിന്നീട് മറ്റൊരു പ്ലെയറെ തട്ടി PSG പ്ലെയറിൻ്റെ കളികളിൽ നിന്ന് തന്നെ മേത്ത് തട്ടി തിരിച്ചു ബുക്കായ സാക്കയുടെ കളികളിലേക്ക് എത്തി. സോ ആ സമയത്തേക്കും ഡോണറും അത്യാവശ്യം കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ഓപ്പൺ പോസ്റ്റിലേക്ക് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ബുക്കായ സാക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അങ്ങനെ സ്കോർ ലൈൻ 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തി. ടോട്ടൽ ആഗ്രിഗേറ്റിൽ 3-1. സോ ഓക്കെ ഫൈൻ, ആർസണൽ ഫാൻസ് നമുക്ക് തോന്നും ഓക്കെ ഇനി ഇതിൽ നിന്ന് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഗോള് വന്നു, 76ാമത്തെ മിനിറ്റിൽ ക്രൂഷ്യൽ സമയത്ത് ഒരു ഗോള് വന്നു, നമ്മൾ ഇതിൽ നിന്ന് ഇനി ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കും. സോ ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ദ ബെസ്റ്റ് ചാൻസ് ഇൻ ദ ഗെയിം എന്നൊക്കെ പറയില്ലേ, 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വന്നു. പകരക്കാരനായിട്ട് ഇറങ്ങിയ കലഫിയോരുടെ ഭാഗത്തു നിന്നും ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഒരു ലെഫ്റ്റ് ക്രോസ് വരുന്നത്, അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുന്നത് റണ്ണിങ്ങിലുള്ള ബുക്കായ സാക്കയുടെ കാലുകളിലേക്കാണ്. അത് ശരിക്കും ഗോൾ കീപ്പറായ ഡോണറുമ അത് ജഡ്ജ് ചെയ്യുന്ന തെറ്റിപ്പോയി. ഡോണറുമയും ബീറ്റിനായി ഒരു ഓപ്പൺ പോസ്റ്റിലേക്ക് ഫിനിഷ് ചെയ്യേണ്ട ജോബ് മാത്രമാണ് ബുക്കായ സാക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബുക്കായ സാക്കയുടെ ഒരു ടച്ച് എന്തുകൊണ്ടൊരു ശരിയായില്ല. ക്രോസ് ബാറിന് മുകളിൽ കൂടെയാണ് ആ പന്ത് പോയത്. ഒരു ഓപ്പൺ പോസ്റ്റ് ക്രോസ് ബാറിന് മുകളിൽ കൂടെയാണ് ആ പന്ത് പോയത്. വിശ്വസിക്കാൻ കഴിയാതെ സാക്ക അവിടെ താഴെ വീണുപോയി. ആർസണൽ ഫാൻസിനായ ഒരു ആർസണൽ ഫാനും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു മിസ്സായിരുന്നു അത് എന്നുള്ളതാണ്. മേ ബി ആ ഒരു ഗോൾ അവിടെ വീണിരുന്നെങ്കിൽ 3-2 എന്നുള്ള അഗ്രിഗേറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയാൻ അവസാന 10 മിനിറ്റ് വുഡ് ഹാവ് ബിൻ, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് എക്സ്ട്രാ ടൈം 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി ടൈം. സോ ഒരു 15 മിനിറ്റ് ഒരു ഹോട്ട് ബോക്സിലായനെ പാക് ഡേ പ്രിൻസസ് എന്നുള്ളതാണ്. പക്ഷേ
ആ ചാൻസ് അവിടെ മിസ്സായി പോയി. സോ അതിനുശേഷം അഗെയിൻ PSG ഭാഗത്തുനിന്നും അറ്റാക്കിങ് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഡേവിഡ് റായ വാസ് മാനേജിങ് ദാറ്റ്. ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് ക്രോസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവസാനം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ലോങ് ത്രോസ് അപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. തോമസ് പാർട്ടി അപ്പോഴും ആ ഒരു ഗോൾ പോസ്റ്റിന് അടുത്തുള്ള ഏരിയാസിൽ ത്രോസ് വരുമ്പോൾ തോമസ് പാർട്ടി വരാൻ കാത്തു നിൽക്കും. തോമസ് പാർട്ടി ഓടിയ പതുക്കെ ജോഗ് ചെയ്ത് വന്നിട്ടാണ് ആ ഒരു ലോങ് ത്രോസ് എടുക്കുന്നത്. സോ അതൊരു ടാറ്റിക്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്നൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. മിക്കൽ മെറീനോയുടെ ഒരു മിസ്പ്ലേസ്ഡ് ഹെഡർ ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ വേറെ കാര്യമായിട്ടൊരു ഹീറ്റൊന്നും അവസാനം ഒരു 5 മിനിറ്റിൽ കൊണ്ടുവരാനായിട്ട് ആർസണലിന് കഴിഞ്ഞില്ല. ആൻഡ് അറ്റ് ദി എൻഡ് വി ആക്സെപ്റ്റഡ് ദ ഡിഫീറ്റ് അറ്റ് പാർക്ക് ഡേ പ്രിൻസസ്. 3-1 ആ ഒരു തോൽവി നമ്മൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. PSG ദ റൈറ്റ്ഫുൾ വിന്നേഴ്സ്, അവകാശപ്പെട്ട ഡിസേർവിങ് ആൻഡ് റൈറ്റ്ഫുൾ വിന്നേഴ്സ് തന്നെ അവർ ഫൈനലിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ തിരിച്ച് നോർത്ത് ലണ്ടനിലേക്ക് ഈ ഒരു സീസണിൽ ഒരു കപ്പ് പോലും ഇല്ലാത്തുള്ള വിഷമത്തിൽ പങ്കിടാൻ വേണ്ടി നമ്മൾ തിരിച്ച് നോർത്ത് ലണ്ടനിലേക്ക് നമ്മുടെ ടീം തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിനി ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നത് വാട്ട് വെൻ റോങ് ഫോർ ആർസണൽ അറ്റ് പാരീസ് എന്നുള്ള കാര്യമാണ്. എന്താണ് നമ്മുടെ ടീമിന് തെറ്റുപറ്റിപ്പോയത്, എവിടെയാണ് നമ്മൾ ഷോർട്ട് കമ്മിങ്സ് വന്നത് എന്നുള്ളതാണ്. അത് ലിസ്റ്റായിട്ട് തന്നെ പറയേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് സ്കേപ്പ് ഗോട്ടായിട്ട് പിടിക്കാം ആരെങ്കിലും ഒക്കെ. സ്ഥിരം നമ്മൾ ചെയ്യാറ് നമ്മുടെ സ്ഥിരം സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത് ഒരിടയ്ക്ക് ഹാവേർട്സ് ആയിരുന്നു. ഹാവേർട്സ് പോയതിന് ശേഷം നമ്മളിപ്പോൾ റീസെൻ്റ്ലി സ്കേപ്പ് ഗോട്ട് ചെയ്യാറ് ഒഡെഗാർഡിനെയാണ്, ക്യാപ്റ്റനെയാണ്. സ്റ്റിൽ ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പെർഫോമൻസ് വന്നില്ല, സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ല പ്ലെയർ. ആ സെൻട്രൽ ഏരിയ കൂടെ ഒരു മാജിക്കും കൊണ്ടുവരാനായിട്ട് ക്യാപ്റ്റന് പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മത്സരം തോറ്റെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ബട്ട് സ്റ്റിൽ ആ ഒരേ ഒരു ചാൻസ് മാത്രമാണ് ക്യാപ്റ്റന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. പെനട്രേറ്റിംഗ് പാസസോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ലൈന് ത്രെറ്റ് കൊടുക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രോഗ്രസീവായിട്ട് പാസസ് കൊടുക്കാനൊന്നും ക്യാപ്റ്റൻ ഇത്തവണയും കഴിഞ്ഞിട്ടില്ല. മിക്കപ്പോഴും പന്തുമായിട്ട് ചാർജ് ചെയ്യും, കുറച്ചെത്തും വിങ്ങിലേക്ക് സാക്കിക്ക് പന്ത് കൊടുക്കും, ഷോർട്ട് പാസസ് കൊടുക്കാനൊക്കെയാണ് ഒഡെഗാർഡിന് സാധിച്ചത്. ഒരു ദ പാസ് ദാറ്റ് കൗണ്ട്സ് എന്നുള്ള രീതിയിൽ ബോക്സിലേക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഒഡെഗാർഡിന് കഴിഞ്ഞില്ല. പിന്നെ ആ ഒരു ഷോർട്ട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അത് ഗോൾ പോകേണ്ടതായിരുന്നു. ബട്ട് അൺലക്കിയാണ്, അവിടെ ഡോണറുമിയാണ് എതിരെ വന്നത്. ആൻഡ് അതേപോലെ തന്നെ പിന്നെയും അവസരങ്ങളുണ്ടായിരുന്നു. ചാർജ് ചെയ്ത് വന്നതിന് ശേഷം ബോക്സിൻ്റെ എഡ്ജ് എത്തിയപ്പോൾ ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചൊരു സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും എക്സ്ട്രാ പാസിനാണ് ഒഡെഗാർഡ് എന്ന് വിചാരിച്ചത്. ഇപ്പോഴും ആ ഷൂട്ടിംഗ് എബിലിറ്റിയുടെ കാര്യത്തിൽ ആൾ ഇപ്പോഴും നമ്മുടെ ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്തിയിട്ടില്ല. ദയവ് ചെയ്ത് കെവിൻ ഡി ബ്രൂയിനായിട്ടൊന്നും ഈ ഒരു പ്ലെയറിനെ തൽക്കാലത്തേക്ക് താരതമ്യം ചെയ്യില്ല, അതിനുള്ളതായിട്ടില്ല പ്ലെയർ. ആൻഡ് നമുക്ക് ഡിഫൻസിൽ നോക്കേണ്ട റായ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചെന്നുള്ളതാണ്. ഒരുപാട് നല്ല സേവുകൾ. കാരണം ഞാൻ പറഞ്ഞില്ല, കൗണ്ടർ അറ്റാക്കിങ്ങിൽ PSG അത്രയ്ക്കും ത്രെറ്റ് കൊണ്ടുവന്നൊരു മത്സരം തന്നെയായിരുന്നു. ശരിക്കും 3-4 ഗോളുകൾ വേണമെങ്കിൽ PSG മത്സരത്തിൽ സ്കോർ ചെയ്തേനെ. പക്ഷെ അവിടെയൊക്കെ ഒരു തടയായിട്ട് നിന്ന് ഡേവിഡ് റായ തന്നെയായിരുന്നു. തകർപ്പൻ സേവുകളും ആ പെനാൽറ്റി സേവും എല്ലാം ഡേവിഡ് റായുടെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ലൂയിസ് കെല്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ ലൂയിസ് കെല്ലിയുടെ മെച്യൂരിറ്റിനെ നമ്മൾ ഒരുപാട് പൊക്കി പറയാറുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വന്നപ്പോൾ ഇല്ല, മെച്യൂരിറ്റി വളരെ താന്നുപോയി. കുറേ ഒറ്റബുദ്ധി പരിപാടികൾ ആൾ ചെയ്യാൻ നോക്കിയായിരുന്നു. അത് ചില സമയത്തൊക്കെ നമുക്ക് വിപത്തായിട്ട് വരേണ്ടതുമായിരുന്നു. ഒരുപാട് കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസിലേക്ക് ഒന്ന് ലീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസ് അത്ര വെടിപ്പായിരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ മാറ്റി കലഫിയോറിനെ ഇറക്കി. സാലിബ വാസ് ഒക്കെ കൈൻഡ് ഓഫ് ഗുഡ്. സാലിബിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ സാലിബ് ചെയ്യുന്നുണ്ട്. ആൻഡ് കിവിയോർ ആണെങ്കിലും ഓക്കെ ഫൈൻ. എത്ര വലിയ എടുത്ത് പറയാവുന്ന ഒരു മേജർ മിസ്സുകളും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ആൻഡ് ടിംബറിൻ്റെ കാര്യം, ടിംബർ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞൊരു മത്സരത്തിൽ ക്വരറ്റ്സ്കേലിനെ വിറകെ ഓട്ടമായിരുന്നു. ക്വരറ്റ്സ്കേലായിരുന്നു കുറച്ചുകൂടി ബെറ്റർ പ്ലെയർ ആയിട്ട് അവെങ്കിൽ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇത്തവണ ടിംബർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. ക്വരറ്റ്സ്കേലയ്ക്ക് അറ്റാക്കിംഗ് ത്രെറ്റ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്റ്റിൽ ടിംബർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തവണ ക്വരറ്റ്സ്കേലിനെ ഹാൻഡിൽ ചെയ്തെന്ന് തോന്നി. കുറച്ചും കൂടി അറ്റാക്കിംഗ് ഡ്യൂട്ടീസിലേക്ക് ടിംബർ കയറി ചെല്ലുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ക്വരറ്റ്സ്കേലിലേക്ക് ഫുൾ ഓൺ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് നമ്മുടെ വിങ്ങിൽ വരാനായിട്ട് അത്ര അധികം സമയം കിട്ടിയിട്ടുണ്ടായില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ, ആ തുടക്കത്തെ നിമിഷങ്ങളിലൊക്കെ അത്ര ബുദ്ധിമുട്ടായിരുന്നു ക്വരറ്റ്സ്കേലിലേക്ക് കാര്യങ്ങൾ. കാരണം ടിംബർ അറ്റാക്കിംഗ് റോളിലേക്ക് കുറച്ചും കൂടി കയറി കളിച്ചു എന്നുള്ളതാണ്. ഇനി മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ടെക്ലാൻ റൈസിനെ പറ്റി പറയാനായിട്ട് വേറെ ഒന്നുമില്ല. സ്ഥിരം പറയുന്നത് തന്നെ നമ്മുടെ ടീമിൻ്റെ എഞ്ചിനാണ്. ദ ബെസ്റ്റ് പ്ലെയർ, റണ്ണിങ്ങിൽ ബെസ്റ്റ് പ്ലെയർ ആ ഒരു പ്ലെയർ തന്നെയായിരുന്നു. ഒരു നല്ല റണ്ണും കാര്യങ്ങളൊക്കെ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നല്ല നിർത്താതെ ഓടുന്ന എഞ്ചിൻ പറയില്ല, അത് തന്നെയാണ് നമ്മുടെ ഡെക്ലാൻ റൈസ് നമ്മുടെ ടീമിന് വേണ്ടി. തോമസ് പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ആ വഴങ്ങിയ 2 ഗോളുകളിലും ആ ഒരു പ്ലെയറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അത് സ്കേപ്പ് ഗോട്ട് ചെയ്യാൻ നോക്കുന്നതല്ല, ജസ്റ്റ് അങ്ങനെ പ്രസൻസ് ഉണ്ടായിരുന്നു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് ഞാൻ തോമസ് പാർട്ടി മിഡ്ഫീൽഡിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഞാൻ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിൽ മിഡ്ഫീൽഡിന് വല്ല മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ആദ്യം 10-15 മിനിറ്റത്തോളം നമ്മൾ പന്തുകൾ പെട്ടെന്ന് തിരിച്ച് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അറ്റാക്കിംഗ് ത്രെറ്റ് കൂടിയപ്പോൾ തന്നെ ഹൈ പ്രസും കാര്യങ്ങളിലേക്ക് മിഡ്ഫീൽഡിൽ നിന്ന് പ്ലേയേഴ്സും കൂടി ഇൻവോൾവ് ആയപ്പോൾ ലോങ് ബോൾസിലേക്ക് PSG കുറച്ച് നേരത്തേക്ക് അതിൽ 15-20 മിനിറ്റിലേക്ക് പുഷ് ചെയ്യപ്പെട്ടായിരുന്നു. സോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ബോൾ റിക്കവറി നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട്
അറ്റാക്കിംഗ് ഏരിയാസിൽ സെക്കൻഡ് ബോൾ റിക്കവറി ഇപ്പോഴും നമ്മുടെ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. ഓഡഗാർഡിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞു ഓൾറെഡി, ഓഡഗാർഡിൻ്റെ കാര്യം, ക്യാപ്റ്റനായ ഓഡഗാർഡിൻ്റെ കാര്യം പറഞ്ഞു. സോ ഇനി അറ്റാക്കിംഗ് ത്രീയിലേക്ക് നോക്കുകയാണെങ്കിൽ മാർട്ടിനെല്ലി വേഴ്സസ് ഹക്കീമി ബാറ്റിൽ. ലാസ്റ്റ് മാച്ചിൽ നമുക്ക് കിട്ടിയത് കൊറസ്കേല വേഴ്സസ് ടിംബർ ആണെങ്കിൽ ഇത്തവണ മാർട്ടിനെല്ലി വേഴ്സസ് ഹക്കീമിയാണ് നമുക്ക് കിട്ടിയത്. ആൻഡ് ഹക്കീമിക്ക് ആദ്യത്തെ കുറച്ച് 10 മിനിറ്റ് സമയം എടുക്കേണ്ടി വന്നു മാർട്ടിനെല്ലിയുടെ റൺസും കാര്യങ്ങളും കുറച്ചും കൂടി ഒന്ന് സ്റ്റാൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ അതിനുശേഷം മാർട്ടിനെല്ലിക്ക് വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഹക്കീമി വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മാർട്ടിനെല്ലിനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ് ഹക്കീമി. ആൻഡ് ബുക്കായ സാക്കയ്ക്ക് ഞാൻ ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ബുക്കായ സാക്ക ഷുഡ് ബി 1-on-1 വിത്ത് ന്യൂനോ മെൻഡസ്. ഇത്തവണ 1-on-1 വന്നു എന്നുള്ളതാണ്. പക്ഷേ കട്ടിങ് ചെയ്ത് ലെഫ്റ്റ് ഫുട്ട് ഒരു ഷോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞൊരു 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു സിനാരിയോ റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ബുക്കായ സാക്ക ശ്രമിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. സോ ക്രോസസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബുക്കായ സാക്കയുടെ ഭാഗത്ത് വരുന്നുണ്ടായിരുന്നു. ആസ്നാന് PSG ആയിട്ടുള്ള മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ ബോൾ ടാറ്റിക്സും അതേപോലെ ക്രോസസും വെക്കുക എന്നുള്ളത് തന്നെയായിരുന്നു മിക്കേൽ ആർട്ടറ്റയുടെ ടാറ്റിക്സ് ഗ്രൗണ്ടിൽ ടീം കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. സോ ബുക്കായ സാക്കയ്ക്ക് പക്ഷേ ന്യൂനോ മെൻഡസിനെ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. കാര്യം മത്സരം തുടങ്ങി 15-18 മിനിറ്റിലങ്ങ് ന്യൂനോ മെൻഡസ് മഞ്ഞക്കാട് മേടിച്ചതാണ്. ആസ് എ ഫുൾ ബാക്ക് മഞ്ഞക്കാട് മേടിക്കുക എന്ന് പറയുന്നത്, അത്രയും എയർലി മേടിക്കുക എന്ന് പറയുന്നത് 1-on-1 സിറ്റുവേഷൻസിലേക്കൊക്കെ വരുമ്പോൾ അത് ശരിക്കും ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ ആ ഒരു ഫാക്ടർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാക്കയ്ക്ക് ഒരു മത്സരത്തിൽ അത്ര അങ്ങോട്ട് കഴിഞ്ഞൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സാക്കയുടെ ആ മിസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മത്സരത്തിൻ്റെ തലവരെ തന്നെ മാറ്റിയേക്കുന്നൊരു മിസ്സായിപ്പോയി. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ PSG ഒരുപാട് ചാൻസുകൾ കിട്ടി, അതും എടുത്തു പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റും വരാം. ഇനി ആ ഒരു മൊമെൻറ്റിൽ അത് ഗോളായിരുന്നെങ്കിൽ മേ ബി അറിയില്ല, അവസാന 15 മിനിറ്റിലേക്ക് കുറച്ചും കൂടി ഒരു ഫയർ വന്നേനെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹോട്ട് ബോക്സിലേക്ക് ആയേനെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ആൻഡ് മിക്കേൽ മറീനോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്കേൽ മറീനോയും ട്രൊസാർഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ആ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കുന്ന കാര്യത്തിൽ തന്നെയാണ്. ലോങ് ബോൾസ് വരുമ്പോൾ അത് ഫസ്റ്റ് ടൈം ഹെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളൊരു കേപ്പബിലിറ്റി മിക്കേൽ മറീനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ട്രൊസാറിൻ്റെ ഭാഗത്ത് അത്രയധികം കാണാറില്ല. അതിനൊരു ഫിസിക്കൽ കപ്പാസിറ്റി ആ ഒരു പ്ലെയറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ മിക്കേൽ മറീന ആ ഒരു കാര്യത്തിൽ സക്സസ്ഫുള്ളായി. പക്ഷേ ആസ് എ സ്ട്രൈക്കർ പറഞ്ഞ പോലെ ഗോൾ നേടുമ്പോൾ ഓക്കെ ഫൈൻ, ഗോൾ നേടാത്തപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹം ഒരു നമ്പർ 9 സ്ട്രൈക്കർ അല്ല, നാച്ചുറൽ പൊസിഷൻ അല്ല അദ്ദേഹത്തിൻ്റെ. സോ ഈ ഒരു മത്സരത്തിലെ വൺ ഓഫ് ദി മേജർ ഫാക്ടർ എന്ന് എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം തന്നെയാണ്, ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ബോൾ ഇഷ്ടം പോലെ PSG ബോക്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്, നമ്മൾ ക്രോസസ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോങ് ത്രോസ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ബോക്സിനകത്ത് ആ ഒരു ഷോട്ട് എടുക്കാൻ, ആ എക്സ്ട്രാ ടച്ച്, ആ കില്ലർ ഇൻസ്റ്റിൻറ്റ് കൊടുക്കാൻ പറ്റിയൊരു പ്ലെയർ, നമ്പർ 9 പ്ലെയർ നമുക്കില്ലാതായി പോയി. അതിൻ്റെ വില നമ്മളിവിടെ കൊടുത്തു എന്നുള്ളതാണ്. അത് നമുക്കതൊരു സർപ്രൈസിങ് ഫാക്ടറും അല്ല, അതേപോലെ അതൊരു അൺലക്കി ഫാക്ടറും അല്ല. നമ്മളത് ഡീൽ ചെയ്യാത്തൊരു പൊസിഷനാണ്, അതിൻ്റെ വില നമ്മൾ കൊടുത്തു. ചാമ്പ്യൻസ് ലീഗ് ഒരു എലൈറ്റ് കോമ്പറ്റീഷനാണ്. സോ അവിടെ ഇങ്ങനെയുള്ള ഷോർട്ട് കമ്മിങ്സിനൊക്കെ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുള്ള വില നമ്മൾ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. കാരണം ബോക്സിലേക്ക് പന്ത് എത്തായികയോ അല്ലെങ്കിൽ കാലിലേക്ക് പന്ത് കിട്ടാത്ത അവസ്ഥയൊന്നും ആഴ്സണൽ മത്സരത്തിലുണ്ടായിരുന്നില്ല. ബോക്സിനകത്ത് ആ ഒരു കില്ലർ ഇൻസ്റ്റിൻറ്റ്, ആ ഒരു എക്സ്ട്രാ എഫേർട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ നമുക്ക് ഉണ്ടായില്ല. അത് തന്നെയാണ് നമുക്ക് ഒരു വലിയൊരു നഷ്ടമായിട്ട് വന്നത് എന്നുള്ളതാണ്. വി പെയ്ഡ് ദ പ്രൈസ് ഫോർ ദാറ്റ്. സോ എനിവേ ലൂയിസ് എൻറിക്കിൻ്റെ ടീം വളരെ സക്സസ്ഫുള്ളായിട്ട് ഫൈനലിലേക്ക് എത്തി. ഇനിയിപ്പോൾ PSG വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ യൂറോപ്പ് കറൻലി, അങ്ങനെ തന്നെ എടുത്തു പറയണം. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ 2 ടീമുകൾ, ഇന്ററിൻ്റെ അടുത്ത് തോറ്റു, PSG അടുത്ത് തോറ്റു, 2 ടീമും തമ്മിലാണ് ഫൈനലിൽ വരുന്നത്. സോ ഓക്കെ, ഒരു ഡിസേർവിങ് വിന്നേഴ്സ് തന്നെയാണ് അവർ. സോ നമ്മളും ഡിസേർവിങ്, ഈ ഒരു മത്സരം ലൂസ് ചെയ്യാൻ നമ്മളും ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളതാണ്. നല്ല വിഷമമുണ്ട്. നമുക്ക് ഈ ഒരു 5ാമത്തെ സീസണാണ് കണ്ടിന്യൂസ്ലി ഒരു കപ്പ് പോലും ഇല്ലാണ്ട് നമ്മൾ നിൽക്കുന്നത്. അതേസമയം നമ്മുടെ മറ്റുള്ള റൈവൽ ക്ലബ്ബുകളെല്ലാവരും ഇപ്പോഴും ഓരോ ട്രോഫിയുടെ സാധ്യതകളിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ യുണൈറ്റഡ് പോലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈറ്റ് ഫോർ അസ്. എനിവേ ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഈ സീസണിൽ പൊലിഞ്ഞു പോയ എല്ലാ പ്രതീക്ഷകളെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെയൊക്കെ ഒന്ന് കുറിച്ച് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക്, ഇൻട്രസ്റ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.